അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വയമ്പ്, അതുപോലെ തന്നെ വഷളച്ചീര എന്ന് പറയുന്ന ഈ രണ്ട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വയമ്പിൻ്റെ മൂല്യകാണ്ഡമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വയമ്പ്, അതുപോലെ ബ്രഹ്മി, ചങ്കുപുഷ്പത്തിൻ്റെ വേര് എന്നിവ സമമായി എടുത്ത് നന്നായി ഉണക്കിപ്പൊടിച്ച് അതിൻ്റെ ചൂർണം ബ്രഹ്മ്യസ്വരത്തിൽ 3 തവണ ഭാവന ചെയ്ത് വീണ്ടും ഉണക്കി 1/2 ഗ്രാം വീതം നെയ്യും തേനും അതുപോലെ ഭിന്ന അളവിൽ എടുത്തുകൊണ്ട് അതിൽ യോജിപ്പിച്ച് ദിവസം രാവിലെ കഴിച്ചാൽ ബുദ്ധിശക്തി, അതുപോലെ ഓർമ്മശക്തി ഇവയെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഓർമ്മശക്തി ഉണ്ടാവാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഈ വയമ്പ്. അതിലൂടെ ബ്രഹ്മയും ചേരുമ്പോൾ വളരെ നല്ല ഒരു മാർഗം കൂടിയാണ് അത്. ഇനി അതുപോലെ തന്നെ ദിവസവും രാവിലെ 2 ഗ്രാം വയമ്പ് പൊടി 200 മില്ലി ലിറ്റർ പശുവിൻ പാലിൽ നന്നായി കലക്കി കുടിച്ചാൽ ഉന്മാദ രോഗം മാറിക്കിട്ടും എന്നുള്ളതാണ്. അതുപോലെ വില്ലൻ ചുമക്ക് 1/2 ഗ്രാം വയമ്പ് പൊടി 1 കോഴിമുട്ടയുടെ വെള്ളക്കരു, അതിൻ്റെ മഞ്ഞ കൂടാതെ ഉണ്ടാകുന്ന വെള്ളക്കരു, അങ്ങനെ കോഴിമുട്ടയുടെ വെള്ളക്കരു ചേർത്ത് ദിവസേന കഴിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ദിവസേന രാവിലെ വയമ്പും ബ്രഹ്മ്യയും സമമായി ചേർത്ത് പൊടിച്ചത് 1 ഗ്രാം വീതം 6 മില്ലിഗ്രാം തേൻ ചേർത്ത് കഴിച്ചാൽ അപസ്മാര രോഗം മാറിക്കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ വയമ്പ്. ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വഷളച്ചീര. ഇതിൻ്റെ ഈ വഷളച്ചീര എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ ഗൂഗിളിൽ അടിച്ചാൽ അത് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വഷളച്ചീരയുടെ തണ്ട് ഇലയുമാണ് വഷളച്ചീരയുടെ ഔഷധയോഗ്യ ഭാഗങ്ങൾ. ദിവസേന രാത്രിയിൽ വഷളച്ചീര അരച്ച് 10 ഗ്രാം വീതം 1 ഗ്ലാസ് വെള്ളത്തിൽ എന്ത് ചെയ്യുക? ഏറ്റവും നല്ലത് 1 ഗ്ലാസ് പശുവിൻ പാലിൽ നന്നായി കുറച്ച് തേനും ചേർത്ത് നന്നായി കലക്കി കുടിക്കുന്നത് ലൈംഗിക ശക്തി വർദ്ധിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയമ്പിനെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക് വാശി
ദുർവാശികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണയായി ഈ വയമ്പ് വരതിക്കൊണ്ട് കുട്ടികളുടെ നാവിൽ തേച്ച് കൊടുക്കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയമ്പും പീനാരിയും കൂടി രണ്ടും സമമായി എടുത്ത് തേച്ച് കൊടുക്കൽ പതിവുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികളുടെ വാശി മാറാനും പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് എൻ്റെ വീഡിയോ കാണുക. എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.